ഇന്ന് നമുക്ക് കമ്പിളി നാരങ്ങയുടെ അച്ചാറാ മോളെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പേര് കമ്പിളി നാരങ്ങ എന്നാ. ഇനി വേറെ വല്ല പേരും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. കമ്പിളി നാരങ്ങയ്ക്ക് വേറെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തരണം. ഇത് ഇനി പൊളിച്ചിട്ടൊന്ന് കാണിക്കാം. വേണ്ടേ, ഈ കമ്പിളി നാരങ്ങ ഞാൻ പൊളിച്ചൊന്ന് കൊടുക്കട്ടെ കേട്ടോ. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യും. പണ്ട് ഒരുപാട് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാ. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇല്ലേ അമ്മേ? അവിടെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. ഞാൻ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്കൊരെണ്ണം തരണേന്നൊക്കെ. പക്ഷേ എനിക്ക് സമയമില്ലാത്ത കാരണം അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ഇത് കണ്ടോ, നല്ല റെഡ് കളറാണേ. ഇതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ. വൈറ്റ് നല്ല ടേസ്റ്റൊക്കെയാണ്. ഈ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പുളിയും മധുരമൊക്കെ കൂടുതൽ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. കമ്പിളി പോലെ ഇതിൻ്റെ പുറം ഇരിക്കുന്നുണ്ട് ഇതിന് കമ്പിളി നാരങ്ങ എന്നുള്ള പേര് വന്നത്. ഇത് ഓരോ അല്ലിയായിട്ട് എടുക്കുക. അത് പിച്ചാത്തി തൊടാൻ പാടില്ല. പിച്ചാത്തി തൊട്ടാൽ ഇതിന് ഭയങ്കര കയ്പായിരിക്കും. അപ്പൊ പൊളിച്ചപ്പോ ഇതിന് പിച്ചാത്തി തൊട്ട അത് പുറത്തല്ലേ മോളെ. ഇതിങ്ങനെ അടർത്തി എടുക്കണം. ഈ സാധനം സ്കൂളിൽ പഠിക്കുമ്പോൾ പുളിയായാലൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം നല്ല പുളിയാണ്, കുഴപ്പമില്ല, കഴിക്കാം. ഈ ചട്ടി അടപ്പേ വെക്കുക, നമുക്ക് അച്ചാറുണ്ടാക്കാം. ചട്ടി ചൂടായി. ഇനി അടുത്തത് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് അടുത്തത് കടുക് ഇടുക. അടുത്തത് വെളുത്തുള്ളി ഇടുക. ഇനി ഇഞ്ചി ഇടുക. ഇനി അടുത്തത് കമ്പിളി നാരങ്ങ ഇട്ട് കൊടുക്കുക. കമ്പിളി നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് ഇത് വേവണം. മറ്റുള്ള അച്ചാറിൻ്റെ കൂട്ട് ചേരുവകളെല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് ഇളക്കി ഇനി എടുക്കുമല്ല ഇത് 15 മിനിറ്റ് വേവണം. ഇനി ഉപ്പ് ഇടുക. ഇനി മഞ്ഞൾപ്പൊടി ഇടുക. ഇളക്കി അടച്ച് വെച്ച് 15 മിനിറ്റ് ഇനി വേകണം. ഇത് വെന്തിട്ടുണ്ട്. ഇനി മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇട്ട് വിനാഗിരിയും കൂടെ ഒഴിക്കുക. ഒഴിച്ച് ഈ വെള്ളം പറ്റുമ്പം നമുക്കിനി ഇറക്കാം. അങ്ങനെ നമ്മുടെ കമ്പിളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പം സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. എന്ന് വെച്ചാൽ പുളിയും മധുരം എല്ലാം കൂടെ ഒരു അടിപൊളി. പിന്നെന്ന് വെച്ചാൽ ഇത് തമ്മിൽ വിളഞ്ഞതും ഇത് നല്ലതുപോലെ വിളഞ്ഞതായിരിക്കണം, എന്നെങ്കിലേ ഇതിന് കയ്പില്ലാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കഴിക്കും. അപ്പം ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെ വേണ്ട, വേറെ കറിയൊന്നുമില്ല. ഇതും പിന്നെ കമ്പിളി നാരങ്ങ അച്ചാറും ചമ്മന്തിയും മതി ചോറുണ്ണ. സൂപ്പർ. ഇത് കണ്ടോ, ഒരു കയ്പൂല, സംശയിക്കേ വേണ്ട. ഇതാങ്കിലേ നമ്മുടെ പൊട്ടാണെങ്കിൽ കഴിക്കും. മറ്റേ നമ്മുടെ മറ്റേ കൊച്ചുള്ളി ഇല്ലേ, ഈയുടെ സംശയം അങ്ങ് തീർന്നോ. എൻ്റെ മോള് സമ്മതിക്കത്തില്ല, അമ്മ ഇത് കഴിക്കുന്നതാ, വേണ്ടാമേ, കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്നോട് ഒത്തിരി എന്നെ വരട്ടി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്കിത് ചെയ്തേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഫോളോ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ